ഭീമാ പള്ളിയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ആളുകൾക്ക് പരാതിയുണ്ട്. സർക്കാർ വിവേചനം കാണിക്കുന്നു എന്നുള്ള വലിയ പരാതി. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഫ്ളാറ്റിൽ ഭീമാ പള്ളിയിലെ അർഹരായ കുടുംബങ്ങൾക്ക് അവഗണന എന്നുള്ളതാണ് പരാതി. സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ഫ്ളാറ്റുകളിൽ വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്നതായും ഭീമാ പള്ളി തീരദേശവാസികൾ പറയുന്നു. മുട്ടത്തറയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം മുഖ്യമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് പ്രതിഷേധമുയരുന്നത്. വാടകയ്ക്കാണ് കടക്കാൻ പോയിട്ട് ബുദ്ധിമുട്ട്. കടലുകൊണ്ട് സഹോദരിയുടെ വീട്ടിലാണ് ഇപ്പം കടക്കുന്നത്. പല ഇതിനായിട്ട് കൊടുത്തിട്ടും കിട്ടുന്നില്ല. കടലാക്രമണത്തിൽ വീട് നഷ്ടമായ ഭീമാ പള്ളിക്കാർക്ക് പറയാനുള്ളത് അവഗണനയുടെ ചരിത്രം മാത്രമാണ്. 2016 ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യഘട്ട പുനർവാസ പദ്ധതിയിൽ ഭീമാ പള്ളിയിലെ അർഹരായ 168 അപേക്ഷകർ ആദ്യം അവഗണിക്കപ്പെട്ടു. ഭീമാ പള്ളിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും 20 വീടാണ്. ആ 20 വീട്ടിൽ നിന്ന് ഈ 194 വീട് മുഖ്യമന്ത്രി വിതരണം ചെയ്ത ഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത് അർഹമായ ഒരു കോൺട്രിബ്യൂഷൻ ഭീമാ പള്ളിക്ക് കിട്ടണം. നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇതേ വാക്കിനെ പറഞ്ഞിട്ട്, നിങ്ങൾ ഈ പാവപ്പെട്ടവർ കൊടുക്കുന്നതിൽ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്നു, പക്ഷേ ഞങ്ങൾക്കുള്ള കോൺട്രിബ്യൂഷൻ കിട്ടാതെ പോകുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖവും പ്രതിഷേധവും. ഒരു വിഭാഗത്തിനെ മാത്രം അവഗണിച്ചതിൽ പ്രതിഷേധമുയർന്നതോടെ അന്നത്തെ ഫിഷറീസ് മന്ത്രി നേരിട്ട് ഭീമാ പള്ളി മഹൽ ഓഫീസിലെത്തി. മറ്റൊരിടത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന ഉറപ്പു നൽകി. തുടർന്ന് വെറും 20 പേർക്ക് മാത്രമാണ് വീട് ലഭിച്ചത്. അന്ന് വീട് ലഭിക്കാത്ത 148 കുടുംബങ്ങൾ ഇന്നും പെരുവഴിയിലാണ്. ഞാൻ വീട് കെട്ടി പൂർത്തിയാക്കും, വീണ്ടും കടൽക്ഷോഭത്തിൽ നഷ്ടമായി. ഞാൻ എഴുതി പല തവണയും കൊടുത്തിട്ടുണ്ട്, ഓഫീസിൽ നിന്നൊക്കെ വന്ന് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഈ വീട് പൊഴിഞ്ഞു പോയതിന് ശേഷം ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്നു. എനിക്ക് 1 മാസത്തെ വാടക തന്നു. അതല്ലാതെ എനിക്ക് ഇതേവരെ വാടക തന്നിട്ടില്ല. ഞാൻ 15,000 വാടകയ്ക്കാണ് കിടക്കുന്നത്. ആ വാടകയും കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല. എന്തെങ്കിലും നിങ്ങൾ എനിക്കൊരു വീടായിട്ടെങ്കിൽ എനിക്ക് കിട്ടണം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നൽകിയ 587 പുതിയ അപേക്ഷകളും മുൻപ് നൽകിയ അപേക്ഷകളുമായി 735 പേർ ഭവനരഹിതരായി ഫ്ളാറ്റിനു വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് 36 പേർക്ക് മാത്രം ഫ്ളാറ്റ് നൽകുന്നത്. പലതവണ സർക്കാരിനോട് വിഷയം ഉന്നയിച്ചിട്ടും അവഗണനയാണ് മറുപടി. ഭീമാ പള്ളിയോടുള്ളതായ പ്രത്യേകമായ ഒരു അവഗണന അത് നിരന്തരമായി വരുന്നതായ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്നാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഈ കേരള സമൂഹത്തിനോട് പറയാനുള്ളത്. ഒരു പ്രദേശത്തെയും ഒരു മതവിഭാഗത്തെയും മാത്രം ഒഴിവാക്കി ഫ്ളാറ്റുകൾ വിതരണം ചെയ്യുന്നത് വിവേചനമാണെന്ന് ആവർത്തിക്കുകയാണ് ഭീമാ പള്ളിക്കാർ. മാറി മാറി വരുന്ന സർക്കാരുകൾ ഭീമാ പള്ളിയിലെ തീരദേശവാസികളോട് കടുത്ത അവഗണനയാണ് തുടർന്നു പോരുന്നത്. അവർക്ക് ആത്മാഭിമാനത്തോടെ കയറിക്കിടക്കാൻ ഒരിടം വേണം. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കും സജിൻ ലാലിനുമൊപ്പം സനിസ ശോഭാചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.